അപ്പൊ സത്യദർശനം. അപ്പൊ സത്യമായ ചില കാര്യങ്ങളെ ദർശിക്കുക. സീ ദ റിയാലിറ്റി, സീ ദ ട്രൂത്ത്. അപ്പൊ നമ്മൾ കാണേണ്ട ചില കാര്യങ്ങൾ കാണാതെ പോകുമ്പോഴാണ് സത്യത്തിൽ ലൈഫിൽ അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ വരുന്നത്. എല്ലാവർക്കും പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നത്. ഇപ്പൊ നിങ്ങൾക്കറിയാം, വണ്ടി ഓടിക്കുന്ന സമയത്ത് റോഡിന് കയറ്റമുണ്ട്, റോഡിന് ഇറക്കമുണ്ട്. ഒരു പുഴയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെയുണ്ട് ഓളങ്ങളുടെ ഉയർച്ച താഴ്ചകളൊക്കെ അനുഭവപ്പെടണം. ഉണ്ടോ? ഒരുപോലെയല്ല. അപ്പൊ ജീവിതത്തിൽ എപ്പോഴും ഒരു പകലുമുണ്ട്, പറയൂ, രാത്രിയുമുണ്ട്. നമുക്കറിയാം, മഴക്കാലത്ത് നമ്മൾ കുടയില്ലാതെ മുന്നോട്ട് പോയാൽ മഴ കൊള്ളേണ്ടി വരുന്നു, അല്ലെങ്കിൽ എവിടെയെങ്കിലും കയറി നിൽക്കേണ്ടി വരും. ഒരു രാത്രിയിൽ പുറത്തിറങ്ങുമ്പോൾ നമുക്കറിയാം ടോർച്ച് വേണം, അല്ലെങ്കിൽ വിളിച്ചില്ലെങ്കിൽ ഇരുട്ട് നമ്മളെ ബുദ്ധിമുട്ടിക്കും. അപ്പൊ ഇരുട്ടിനെ മാനേജ് ചെയ്യാൻ ടോർച്ച് കയ്യിൽ വെക്കുന്ന പോലെ, മഴയെ മാനേജ് ചെയ്യാൻ കുട കയ്യിൽ വെക്കുന്ന പോലെ, ഇതുപോലെ ലൈഫിലും ചില കാര്യങ്ങൾ ഉള്ളിൽ വെക്കേണ്ടതുണ്ടോ? വേണ്ടതുണ്ടോ? അതോ ഒന്നും വരില്ല, എന്തും നേരിടാം എന്നൊക്കെ ഇന്നത്തെ യൂത്തിൻ്റെ ഒക്കെ ഒരു പ്രശ്നം അതാണ്. അവർക്കെല്ലാം ഓവർ കോൺഫിഡൻസ് ആണ്. ബൈക്ക് എടുത്തു പോകുന്ന സമയത്ത് ഒരു ഓവർ കോൺഫിഡൻസ് ആണ്, ഒന്നും വരില്ല എന്നുള്ളത്. പക്ഷെ ഇത് റേസ് ചെയ്യുന്ന സമയത്ത് എവിടെയെങ്കിലും കൊണ്ട് ഇടിക്കുന്നോ, വല്ലവരും ക്രോസ് ചെയ്ത് അടിക്കുന്നോ, നിങ്ങൾ നോക്കും, ബൈക്കും ആക്സിഡന്റ് ഉണ്ടാവുന്നത് നമ്മുടെ നാട്ടിൽ മാത്രമാണ്, അല്ലേ? ബൈക്കും തമ്മിൽ ആക്സിഡന്റ് ഉണ്ടാവുക പറഞ്ഞാൽ അത്ര കെയർലെസ് ആയിട്ട് ഓടിച്ചു വരുന്നവർക്കാണ്. ആണോ അല്ലേ? പറയൂ. അപ്പോ ഇവിടെ ഓവർ കോൺഫിഡൻസ് ആണ് പലപ്പോഴും നമ്മളെ പല അപകടങ്ങളിലും പറയൂ കൊണ്ടെത്തിക്കുന്നത്. അപ്പം നമ്മുടെ മനസ്സിന് നമ്മളിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ സാധിക്കും. ചില കുട്ടികളുണ്ടല്ലോ, വെള്ളത്തിൽ ചാടി മരിക്കുന്നതൊക്കെ അങ്ങനെയാണ്. മറ്റുള്ളവർ ചാടുമ്പോൾ എനിക്കും ചാടാൻ സാധിക്കുന്നുള്ളത്. ഇപ്പം അടുത്ത കാലത്ത് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന റാഗിങ് ഇഷ്യൂസ് ഒക്കെ നിങ്ങൾ പത്രത്തിൽ വായിക്കുന്നുണ്ടാവും. ഈ റാഗിങ്ങിലൂടെ കടന്നു പോകുന്ന കുട്ടികളും റാഗിങ് ചെയ്യുന്ന കുട്ടികളും, നിങ്ങൾ നോക്കൂ, റാഗിങ് ചെയ്യുന്ന കുട്ടികൾക്ക് അവരെ വിചാരം ഞങ്ങൾക്കൊന്നും സംഭവിക്കില്ലേ, ഞങ്ങളെല്ലാം പ്രൊട്ടക്റ്റഡ് ആണെന്നുള്ളൊരു ധാരണയിലാണ് അവരിയ്ക്കുന്നത്. ആണോ? ഇതേപോലെ റാഗിങ്ങിന് വിധേയരാവുന്ന അതിൻ്റെ വിക്റ്റിമായിട്ടുള്ള കുട്ടികൾ, അവരെ വിചാരം എന്താണ്? ഇതിലൂടെയൊക്കെ കടന്നുപോയി ലോകം അറിയരുത്, എൻ്റെ മാനം പോകരുത്, എൻ്റെ വീട്ടുകാരറിയരുത്, അങ്ങനെയൊക്കെയല്ലേ? ആണോ അല്ലയോ? ഇതെവിടെ കൊണ്ടെത്തുന്നു, ഇതെങ്ങനെ എത്തുന്നു എന്നുള്ളൊക്കെ പിന്നീട് ദുരന്തങ്ങൾ വരുമ്പോഴാണ് ലോകം തന്നെ അവർക്ക് പറയൂ അറിയുന്നത്. ദുരഭിമാനം കേരളത്തെ സംബന്ധിച്ച് വളരെ കൂടുതലാണ്. ആണോ? ദുരഭിമാനം കേരളത്തെ സംബന്ധിച്ച് വളരെ കൂടുതലാണ്. അപ്പൊ ദുരഭിമാനം അവരെ സംബന്ധിച്ച് വലിയൊരു പ്രശ്നമാണ്. ഇവിടെയാണ് നമുക്ക് ഒരു ആത്മീയ ദർശനം, the vision of life through a spiritual dimension. ഒരു ആത്മീയതയിലൂടെ ജീവിതത്തെ കാണുക. അപ്പൊ ആത്മീയതയിലൂടെ ജീവിതത്തെ കാണുക എന്ന് പറഞ്ഞാൽ നമ്മൾ മെന്റലി പ്രിപ്പയർഡ് ആവുക, മെന്റലി നമ്മളെ എംപവർ ചെയ്യുക, മെന്റലി നമ്മളെ കുറച്ചുകൂടി സ്ട്രോങ് ആക്കുക. അപ്പൊ നമുക്ക് ഏതു പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കാനുള്ള ഒരു കരുത്ത്, ഒരു ശക്തി എവിടെ കണ്ടെത്താം? നമ്മുടെ ഉള്ളില്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും, പുറത്തെ പ്രശ്നമല്ല പ്രശ്നം, അകത്തെ കരുത്തില്ലായ്മയാണ് പ്രശ്നം. പുറത്തെ പ്രശ്നം അത് പ്രശ്നം നമുക്ക് മാറ്റാൻ പറ്റില്ല, കാരണം അത് അങ്ങനെയാണ്. നമുക്ക് മാറ്റം വരുത്താൻ പറ്റുന്നത് എവിടെയാണ്? നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലാണ്. ആത്മീയത എന്ന് പറയുന്നത്, ശ്രദ്ധിക്കുക, ഇറ്റ് ഈസ് നോട്ട് പ്രെയർ, ഇറ്റ് ഈസ് നോട്ട് ബിലീഫ്. അതൊരു ബിലീഫ് അല്ല, അതൊരു പ്രെയർ അല്ല. ആൻഡ് ആത്മീയത എന്ന് പറയുന്നത് ഒരു ബ്ലൈൻഡ് പ്രാക്ടീസുമല്ല. ആത്മീയത എന്ന് പറയുന്നത് ഫുൾ കൺവിക്ഷനോട് കൂടിയിട്ട്, നമുക്ക് ബോധ്യത്തോട് കൂടിയിട്ട്, നമ്മളെ റെഗുലർലി സിസ്റ്റമാറ്റിക്കലി കൺസിസ്റ്റന്റ്ലി ചില കാര്യങ്ങൾ കൊണ്ട് നടന്ന് നമ്മൾ ഇതിൻ്റെ ഒരു സയൻസ് ഉൾക്കൊള്ളുകയാണ്. ഞാൻ കാലത്ത് മുതൽ പറയുകയാണ് നിങ്ങളോട്, ഈ നാമം ജപിക്കുമ്പോൾ എന്ത് സംഭവിക്കും? മനസ്സിനുള്ളിലേക്ക് ഒരു ഡിവൈൻ എനർജി. നോക്കൂ, ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായാൽ മതി.
ഒരാൾ നമ്മളെ മെന്റലി അപ്സെറ്റ് ആക്കണം, നെഗറ്റീവ് പറയുന്നു, വളരെ മോശം വാക്കുകൾ ഉപയോഗിക്കുന്നു, വളരെ വളരെ മോശം വാക്കുകൾ നമ്മളെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ, അത് നമ്മുടെ മെന്റൽ എനർജിയെ ഡൗൺ ആക്കുമോ? ഇല്ലയോ? ഇല്ല. നമ്മളെക്കുറിച്ച് ഇല്ലാത്ത അപവാദങ്ങളൊക്കെ കെട്ടിച്ചമച്ച് ഉണ്ടാവും, എന്താവട്ടെ, പറഞ്ഞുകൊണ്ടിരുന്ന നമുക്ക് വേദന ഉണ്ടാവുമോ? ഇല്ലയോ? അപ്പോ നിങ്ങൾ ഇതിലേ നടക്കുമ്പോൾ ഞാൻ വെറുതെ കഴുതാന്ന് വിളിച്ചാൽ അത് നിങ്ങളെ ഉദ്ദേശിച്ചിട്ടാണ് പറഞ്ഞെന്നുള്ള രീതിയിൽ അപ്സെറ്റ് ആവാൻ നിങ്ങൾക്ക് അത് അത്രയും മതി. ആണോ? ഇതൊന്നും ഇടാത്ത നിങ്ങൾ. അപ്പം ഒരു നെഗറ്റീവായ ശബ്ദം, ഒരു നെഗറ്റീവായ കമന്റ്, ഒരു നെഗറ്റീവായ അലിഗേഷൻസ് മൈൻഡ് എത്രമാത്രം അതെടുക്കുന്നു നോക്കൂ നിങ്ങൾ. അപ്പം മൈൻഡിനൊരു നെഗറ്റീവ് എനർജി എടുക്കാൻ പറ്റുമെങ്കിൽ ഒരു അനുഷ്ഠാനത്തിന്റെ പോസിറ്റീവ് എനർജി എടുക്കാനും മൈൻഡിന് പറ്റില്ലേ? അതെന്തേ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാത്തത്? അതെന്തേ നമ്മൾ മനസ്സിലാക്കാതെ പോയത്? അപ്പൊ റെഗുലർലി നമ്മൾ ഒരു സിസ്റ്റമാറ്റിക്കലി കൺസിസ്റ്റന്റ്ലി നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ മൈൻഡ് അതിന്റെ പോസിറ്റീവ് എനർജി അബ്സോർബ് ചെയ്ത് ക്രമേണ നിങ്ങൾക്ക് കാണാം മെന്റൽ സ്ട്രെങ്ത്. ഈ മെന്റൽ സ്ട്രെങ്ത് വരും തോറും ഇതൊരു സീസോ പോലെയാണ് ലൈഫ്. മെന്റലി സ്ട്രോങ് ആവും തോറും പ്രോബ്ലംസിന്റെ ഗ്രാവിറ്റി സൈസ് ചെറുതാവും. മൈൻഡ് വീക്കാവും തോറും പ്രോബ്ലത്തിന്റെ തീവ്രത കൂടും. അതുകൊണ്ടാണ് നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് റെഗുലർലി നിങ്ങൾ കുറച്ച് സമയത്തിന് വേണ്ടി ചെലവഴിച്ച് നോക്കൂ. ഒരു 10-15 മിനിറ്റ്സ് എങ്കിലും ചെലവ്. അതാണ് ഗീതയിൽ പറയുന്നത്, സ്വല്പമപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോപയാൽ. സ്വല്പം, അങ്ങനെ കുറച്ച് സമയം നമ്മൾ ചെലവഴിച്ചാൽ മാറ്റം മനസ്സിൽ ഉണ്ടാകും. മനസ്സിന് മാറ്റം ഉണ്ടാക്കുന്നതാണ് ആത്മീയത. സ്പിരിച്വാലിറ്റി ഈസ് നോട്ട് എ പ്രയർ, സ്പിരിച്വാലിറ്റി ഈസ് നോട്ട് എ ബിലീഫ്, ആൻഡ് സ്പിരിച്വാലിറ്റി ഈസ് നോട്ട് ബ്ലൈൻഡ്ലി ഡൂയിങ് എനിത്തിങ്. സ്പിരിച്വാലിറ്റി ഈസ് എ കൺസിസ്റ്റന്റ് പ്രാക്ടീസ് ടു ട്രാൻസ്ഫോം അവർ ഓൺ മൈൻഡ്. നമ്മുടെ മനസ്സിനെയാണ് മാറ്റം വരുത്തുന്നത്. മനസ്സിലാവുണ്ടോ ഞാൻ പറയുന്നത്? മനസ്സിലാവുണ്ടോ? ഇത് മനസ്സിനുള്ളൊരു ഔഷധമാണ്. അപ്പൊ ഇങ്ങനെ ഒരു പരിശീലനം കൊടുക്കേണ്ടവരായിരുന്നു അച്ഛനമ്മമാർ. ശരിക്കും ഇന്ന് അച്ഛനും അമ്മയും ആരാന്നറിയാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നിങ്ങൾ എത്ര പേര് അച്ഛനമ്മമാരാണ്? ആരും ഇല്ല ഇവിടെ. എല്ലാവരും അച്ഛനമ്മമാരാണ്. എല്ലാവരും അച്ഛനമ്മമാരാണ്. ഞാൻ ഡിസ്പ്യൂട്ട് ചെയ്യുന്നില്ല. ചോദ്യം ഇതാണ്, മക്കളെ വളർത്തേണ്ട കാര്യം മനസ്സിലാക്കി മക്കളെ വളർത്തിയിട്ടുണ്ടോ നിങ്ങൾ? എങ്ങനെയാണ് വളർത്തേണ്ടത് എന്നുള്ളത് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ചോദ്യത്തിന്റെ വ്യക്തത ഉണ്ടാവില്ല. ശരിക്കും മക്കളെ എങ്ങനെയാണ് വളർത്തേണ്ടത് എന്നുള്ള ഒരു വ്യക്തത നമുക്കുണ്ടോ? അങ്ങനെ ചോദിക്കായിരിക്കും കുറച്ചുകൂടി ഉണ്ടോ? ഉണ്ടെങ്കിലുണ്ട്, ഇല്ലെങ്കിലില്ല. ഉണ്ടോ? പ്രസവിച്ചു എന്നൊരു അബദ്ധമല്ല, ഒരു കാര്യം നടന്നു. പിന്നെ എല്ലാവരും പാലൂട്ടണു, നമ്മളും പാലൂട്ടണു. എല്ലാവരും ധാരാട്ടണു, നമ്മളും ധാരാട്ടണു. പിന്നെ അത് കഴിഞ്ഞാൽ അതിനെ LKG പറഞ്ഞയക്കുന്നു, UKG പറഞ്ഞയക്കുന്നു. അത് ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ ഒക്കെ പറഞ്ഞു വരുന്നു. പിന്നെ അതിനെ സ്കൂളിൽ ചേർത്തുന്നു. പിന്നെ അത് കുറേ കഴിഞ്ഞാൽ മൊബൈലില്ലാതെ ഭക്ഷണം കഴിക്കില്ല. പിന്നെ അത് മൊബൈലിൻ്റെ കൂടെ ആവുന്നു. പിന്നെ കുറേ കഴിഞ്ഞാൽ ഫ്രണ്ട്സ് ആവുന്നു. കുറേ കഴിഞ്ഞാൽ അതിന് ലോകം മാറി, അത് കൂട്ടിലൊക്കെ പെട്ട് ആണോ? അച്ഛനും അമ്മയൊന്നും പറയുന്നത് അതിനൊരു വിലയില്ല. അവൻ പറയും അമ്മയ്ക്ക് ലേശം മൂളുള്ള, അച്ഛനൊട്ടുമില്ല എന്നുള്ളത്. അപ്പോൾ ഒരു വിവരമില്ലാത്ത ഒരാളായിട്ട് അച്ഛനെ കാണുന്നു. ലേശം മൂള് എന്താ വെച്ചാൽ അമ്മയാണ് മൊബൈൽ കൊടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും പൈസ വേണമെന്നുണ്ടെങ്കിൽ അമ്മ വേണം. ഈ രീതിയിലൊക്കെ കുട്ടികൾ വളർന്ന് കുറേ കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ മക്കളെ പേടിച്ച് ജീവിക്കേണ്ട അച്ഛനമ്മമാരായിട്ട് മാറുകയാണെന്ന് കുറേ പേര്. ആണോ? അല്ലയോ? എന്താ ഒന്നും മിണ്ടാത്തത് നിങ്ങൾ? അതിലേക്കല്ലേ പോകുന്നത്? കാരണം ഇവിടെ എന്ത് ചെയ്യും, ഇവരെവിടെ എത്തും, ഇവരെ എന്ത് അപകടം ഉണ്ടാക്കും? ഞാൻ കഴിഞ്ഞ ആഴ്ച ചെന്നൈയിലായിരുന്നു. എനിക്ക് സപ്താഹം. കോടികളുടെ ബാധ്യത ഉണ്ടാക്കിയ മകൻ. ഒരു അച്ഛൻ്റെ ഒരു അവസ്ഥയൊക്കെ ആലോചിച്ച് നോക്കൂ. കോടികളുടെ ബാധ്യത ഉണ്ടാക്കി കൊടുത്ത മകൻ. മനസ്സിലായില്ലേ? വേറൊരുത്തനാണെങ്കിൽ BMW ബൈക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിച്ചിട്ട് 6ാമത്തെ ദിവസം അവൻ്റെ പണി തീർന്നു കൊടുത്തു. ഇപ്പൊ വീട്ടിൽ ബൈക്കുണ്ട്, മകനില്ല. ഈ രീതിയിലൊക്കെ ഉള്ള അച്ഛനമ്മമാരുടെ എണ്ണം നമ്മുടെ ഇടയിൽ.
പിന്നെ കുറെ കഴിഞ്ഞാൽ കല്യാണം വേണ്ട, മക്കള് വേണ്ട, എന്തൊക്കെ രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ആണോ? ഇതൊക്കെ എന്തു കൊണ്ട് പറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മക്കൾക്ക് കൊടുക്കേണ്ടുന്ന ചില ഗൈഡൻസ് നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഒരു അച്ഛനും അമ്മയും ശരിക്കും ആരാണെന്ന് മനസ്സിലാക്കാൻ ഭാഗവതം തന്നെ നോക്കണം. ഈ ഭാഗവതത്തിലെ പഞ്ചമസ്കന്ധത്തിലെ 5-ാം അധ്യായം പാരന്റിങ്, അവിടെ 18-ാമത് ശ്ലോകത്തിൽ വ്യാസഭഗവാൻ എഴുതി വെച്ചിരിക്കുന്ന ശ്ലോകം ഇതാണ്: ഗുരൂനനസ്യൽ സ്വജനോനനസ്യൽ പിതാനനസ്യൽ ജനനീനനസ്യൽ ദൈവം ന തസ്യാൽ ന പതിശ്ച തസ്യാൽ നമോ ജയേത സമുപേത മൃത്യും. ഈ പറയുന്നതാണ് ഗുരു. കണ്ടു നിങ്ങൾ, 5-ാം സ്കന്ധം 5-ാം അധ്യായം 18-ാമത് ശ്ലോകമാണ് ഞാനിപ്പോ വായിച്ചത്. ഗുരൂനനസ്യൽ, പുസ്തകമുള്ളവർക്ക് നോക്കാം. ഗുരൂനനസ്യൽ കാണുന്നുണ്ടോ നിങ്ങൾ? ഗുരൂനനസ്യൽ സ്വജനോനനസ്യാത് പിതാനനസ്യൽ ജനനീനനസ്യാത് ന ദൈവം ന തസ്യാൽ ന പതിശ്ച തസ്യൽ നമോ ജയേത സമുപേത മൃത്യും. അതായത് ആ ഗുരു ഗുരുവല്ല, ആ സ്വജനം സ്വജനമല്ല, ആ ദൈവം ദൈവമല്ല, പിന്നെ ആ പിതാവ് പിതാവല്ല, ഇവരൊന്നും അല്ല. ആ ഭർത്താവ് ഭർത്താവല്ല. എങ്ങനെയുള്ള ആ ഭർത്താവല്ല, എങ്ങനെയാള് ഭാര്യയല്ല, എങ്ങനെയാള് അമ്മയല്ല, അച്ഛനല്ല. സമുപേത മൃത്യും ന മോചയേത്. മൃത്യു എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ അതിനെ വ്യാഖ്യാനിക്കുകയാണെങ്കിൽ മരണം എന്ന് മാത്രമല്ല അർത്ഥം, മരണതുല്യമായ, അതായത് ക്രൈസിസ്, ജീവിതത്തിലുണ്ടാകുന്ന ചാലഞ്ചുകൾ, ജീവിതത്തിലുണ്ടാകുന്ന ക്രൈസിസുകളെ കടന്നു പോവാനുള്ള ഒരു ഉൾക്കരുത്ത് മക്കൾക്ക് നേടിക്കൊടുക്കാനുള്ള ഒരു പരിശീലനം അവർക്ക് കൊടുക്കാത്തവരൊന്നും ആരല്ല? പാരൻസ് അല്ല എന്നാണ്. അപ്പൊ പാരൻസ് എന്ന് പറയുന്നത് ട്രെയിനേഴ്സ് ആണ്. യു ആർ എ ഗൈഡ് എന്ന് പറയാൻ പറ്റില്ല. കുറച്ചുകൂടി നല്ലത്, നമുക്ക് ഇന്നിപ്പോ സ്പോർട്സിലൊക്കെ നമ്മൾ ഉപയോഗിക്കില്ലേ, കോച്ച് എന്ന് ഉപയോഗിക്കില്ലേ. അപ്പൊ അച്ഛനമ്മമാരുടെ ജോലി മക്കളെ കോച്ചിങ് ക്ലാസ്സിൽ പറഞ്ഞിരിക്കില്ല, ട്രെയിൻ ചെയ്തെടുക്കുക, പരിശീലിപ്പിക്കുക. അതായത് ഈ കുട്ടികളുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള മാനസികാവസ്ഥകളിലൂടെ കടന്നു പോവേണ്ടവരാണ്. അതിന് നമ്മുടെ മൈൻഡിനെ പ്രിപ്പയർഡ് ആവണം. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, വി ഷുഡ് ഹാവ് എ വെരി ക്ലിയർ വിഷൻ. നമ്മൾ വളർന്നു വരുന്ന കുട്ടികൾക്ക് 3 ചാലഞ്ചുകളുണ്ട് ലൈഫിൽ. 3 ചാലഞ്ചുകൾ. ഒന്ന്, അഡിക്ഷൻ. പലതിലും പെട്ടുപോകും. അത് മൊബൈലാവാം, വേണ്ടാത്ത കാര്യങ്ങളിലൊക്കെ അഡിക്റ്റഡ് ആവാം. ചിലത് ലവ് വേറാം, അതിൽ ചെന്ന് പെട്ടുപോവാം. അത് മതി സൂയിസൈഡ് കൂടി വരാൻ, അല്ലേ? പല പ്രേമങ്ങളിലും പെട്ട് സൂയിസൈഡ് ചെയ്യുന്നവരുണ്ടോ? ഉണ്ടോ ഇല്ലയോ? അഡിക്ഷൻസ് ഉണ്ട്. രണ്ടാമത്തത് കൂട്ടുകെട്ടുകൾ. അത് നല്ല കൂട്ടുകെട്ടിൽ പെട്ടില്ലെങ്കിൽ അപകടമാണ്. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? അല്ലേ? ശരിയല്ലത്. ഇന്ന് ഏത് തരം കൂട്ടുകെട്ട് നിങ്ങൾ നോക്കൂ. ഇപ്പൊ കഴിഞ്ഞ ദിവസമാണ് കോട്ടയത്ത് ഒരു ഹോസ്റ്റലില് നഴ്സിങ്ങിന് പഠിക്കുന്ന കുറെ പിള്ളേരൊക്കെ കൂടി ചേർന്ന ഒരു പയ്യനെ, ആ പിള്ളേർക്കൊക്കെ കൊടുക്കുമ്പോൾ നല്ല സെക്ഷനിലായിട്ട് കൊടുക്കുക, ഭാവി മുഴുവൻ തൊലഞ്ഞു കിട്ടിയില്ലേ. ഇപ്പോഴാണെങ്കിൽ ഒരു ക്രിമിനൽ കേസ് വരിക എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഡാറ്റ സിസ്റ്റത്തിലേക്ക് കയറുകയാണ്. ഞാൻ പണ്ട് കാനഡയിലേക്ക് 10-15 വർഷം മുമ്പ് യാത്ര ചെയ്യുമ്പം ചൈതന്യ എന്നു പേരുള്ള ഒരാൾ എന്തോ ഒരു കമ്മിറ്റ് ചെയ്തിരുന്നു. ഈ ഇമിഗ്രേഷനിൽ പ്രശ്നം ഉണ്ടാക്കിയിരുന്നു. എൻ്റെ പാസ്പോർട്ട് അവർ ഹോൾഡ് ചെയ്തു. എന്നോട് ചോദിച്ചു, ഹൂ ഈസ് ദിസ്, യു നോ ഹിം എന്നൊക്കെ ചോദിച്ചു. കുറെ അയാളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ്, എന്തോ ഈ ചൈതന്യ എന്നുള്ള പേര് കണ്ടപ്പോൾ, എൻ്റെ പേരിലത് കണ്ടപ്പോൾ അവർ ഞാനും അയാൾ റിലേറ്റീവ് ആണെന്നാണ്. ഇവർക്കറിയില്ല ഇതെല്ലാം ഒരുപോലെയാണെന്നുള്ളത്. അപ്പോൾ അവർക്കൊരു കയറി മനസ്സിലാവേണ്ടത് നിങ്ങൾക്ക്. അപ്പോൾ ഇത് പറഞ്ഞു വരുന്ന വെച്ചാൽ ഇന്ന് പണ്ടത്തെ പോലെയല്ല. ഇന്നിപ്പം എല്ലാം ഇന്റർനാഷണൽ ലെവലിലേക്കാണ് മനുഷ്യന്റെ ഡാറ്റകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആണോ? നമ്മുടെ കാര്യങ്ങൾ ഇപ്പൊ അമേരിക്കയിലുള്ളവർക്ക് അറിയാൻ പറ്റും. ഇതിപ്പോ എല്ലാവർക്കും പബ്ലിക്കാണ് എന്താ ഏതാന്നുള്ളത്. അപ്പൊ ഇന്നത്തെ കാലത്ത് ഒരു ക്രിമിനൽ കുറ്റത്തിൽ പെട്ടുകഴിഞ്ഞാൽ അതോടുകൂടി കുട്ടിയെ സംബന്ധിച്ച് ഭാവിയുടെ കാര്യത്തിലൊരു തീരുമാനമായി കഴിഞ്ഞിട്ടുണ്ടാവും.
പിന്നെ ഒരിക്കലും ജീവിതത്തിൽ, കാരണം തമ്പ് പ്രിന്റ് വന്നാൽ ജന്മം മാറ്റാൻ പറ്റില്ല. പണ്ടൊക്കെയാണെങ്കിൽ പാസ്പോർട്ട് മാറ്റാം, ഇപ്പം പാസ്പോർട്ട് മാറ്റിയിട്ട് കാര്യമില്ല. കാരണം അതിന്റെ ബേസിക് ഡാറ്റകളൊന്നും അത് മാറ്റാൻ പറ്റില്ല. ഇനി തല മാറ്റാൻ പറ്റുമോ? എന്നും പറഞ്ഞ പോലെ ജീവിതത്തില് ഈ 3 കാര്യങ്ങൾ, നമ്മുടെ കുട്ടികളുടെ ഉള്ളിൽ സംഭവിക്കുന്ന 3 കാര്യങ്ങൾ, വേണ്ടാത്ത കൂട്ടുകെട്ട്, എടുത്തുചാട്ടം, അതുപോലെ തന്നെ ഈ അഡിക്ഷൻസ്, ഇത് അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇതായിരിക്കും അവരുടെ ജീവിതത്തിൽ ദുരന്തങ്ങൾ ഉണ്ടാക്കുന്നത്. ശരിയാണോ ഞാൻ പറഞ്ഞത്? ശരിയാണോ? ഈ എടുത്തുചാട്ടം, അതുപോലെ വേണ്ടാത്ത കൂട്ടുകെട്ട്, അത് ചിലപ്പം പല വശീകരണങ്ങളിലൊക്കെ പെട്ടിട്ട് അപകടങ്ങളിലാവുന്നത് ആണോ? എന്താ ഒന്നും മിണ്ടാത്തത് തന്നെയാണ്. ഞാൻ എൻ്റെ മുന്നില് ഒരു പയ്യൻ വന്നു, അമ്മയും ആത്മഹത്യ ചെയ്യണം, ഇനി ജീവിക്കേണ്ട സ്വാമി. ഒരു നിമിഷം, ഈ പയ്യൻ എന്ന് പറഞ്ഞാല് M.Tech കഴിഞ്ഞ കുട്ടിയാണ്, അല്ലാതെ സാധാരണ. ഇവന്റെ മൊബൈലിൽ വേറെ ഒരു പയ്യനെടുത്ത് ഒരു പെണ്ണിന്റെ ഫോട്ടോ വൃത്തികേടൊക്കെ ഇതിലൂടെ അവൻ അയച്ചൊരിക്കണം. മറ്റേ പയ്യൻ കാശൊക്കെ ഉണ്ടാക്കിയതിൽ പൈസയും. ഇതെന്നായാലും പിടിച്ചു, ഇവനെ അറസ്റ്റ് ചെയ്തു. ഇവനാണ് ഈ പാവം, ഇതൊന്നും ഈ വൃത്തികേടൊന്നും ചിന്തിക്കാത്തൊരു പയ്യനാണ്. പിന്നെ അപകടത്തിൽപ്പെട്ടു. അതും ലക്ഷങ്ങൾ സമ്പാദിച്ചിരിക്കണം ആ ഫോട്ടോ വെച്ചിട്ട്, ലക്ഷങ്ങൾ. പോലീസിന് എന്ത് ചെയ്യാൻ പറ്റും? ഇവൻ ഇന്നസെന്റ് ആണെന്ന് പോലീസിന് മനസ്സിലായി. പക്ഷെ ഇവന്റെ ഫോൺ ഇവന്റെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞു, യൂസ് ചെയ്ത് കഴിഞ്ഞു. അതിന്റെ IP അഡ്രസ്സൊക്കെ ഇവന്റെയാണ് പോയിരിക്കുന്നത്. പോലീസിന് കണ്ടുപിടിക്കാൻ പ്രയാസമില്ല. ഇപ്പം മാനക്കേട് കൊണ്ട് ജീവിക്കണ്ട എന്ന അവസ്ഥയിൽ മനസ്സിലാവുണ്ട് നിങ്ങൾക്ക്? എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ ഇങ്ങനെയുള്ളൊരു ലോകത്തിലാണ് നമ്മുടെ സമൂഹം ജീവിക്കുന്നത്. നല്ലവരാണെങ്കിലും ചതിയിൽ വീഴാൻ സാധിക്കുന്ന ഒരു ലോകത്തില് ആണോ അല്ലയോ? നിങ്ങൾ കാണുന്നില്ലേ ഇത്? അപ്പൊ ഇവിടേക്ക് എങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുക? അപ്പൊ അവിടെയാണ് കുറച്ചു നേരത്തെ ഇന്നലെ വരെ നമ്മൾ ജീവിച്ച പോലെയല്ല ഇനിയുള്ള ജീവിതത്തിൽ ഒരു ചെറിയൊരു പ്രകൃതിയുടെ ഒരു അനുഗ്രഹമുണ്ട്. ദൈവം എന്ന് പറയുന്നതുണ്ടല്ലോ, നമ്മൾ ഈ ബിംബത്തിൽ മാത്രം കണ്ടുപോകരുത്. നിങ്ങൾക്ക് അല്പം ഒരു ഇന്റലിജൻസ് ഉണ്ടെങ്കിൽ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്, പല അപകടങ്ങളും വരുന്നതിന് മുമ്പ് ചില സൂചനകൾ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് കാണാം. ഇത് എവിടെയോ ശരിയില്ലല്ലോ, ഇതെന്തോ ഒരു അപകടം ഉണ്ടല്ലോ, ഇത് നേരെയാവുന്നില്ല. അപ്പൊ എന്തോ ഒരു കാര്യങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ ആർക്കെങ്കിലൊക്കെ അങ്ങനെ അനുഭവങ്ങളുണ്ടോ? ചിലതൊക്കെ ഇപ്പൊ നമ്മൾ പണ്ട് കാലത്തൊക്കെ വീട്ടിൽ കാക്ക കരയുമ്പോൾ അതിന്റെ കരച്ചിലൊരു പ്രത്യേക ടോണുണ്ട് അല്ലേ? ആ ടോൺ വെച്ചിട്ട് അമ്മമാര് പറയാറുണ്ട്, കാക്ക അല്ലെങ്കിൽ കരയും, പക്ഷെ എല്ലാ കരച്ചിലും ഒരുപോലെയല്ല. ആണോ? ഈ വിരുന്നുകാർ വരുന്ന ടോൺ ഒരു പ്രത്യേക രീതി. അങ്ങനെ ഒരു ശബ്ദം കേൾക്കുമ്പോൾ നമുക്ക് എന്തൊരു മംഗളമായ കാര്യമുണ്ടല്ലോ. തോന്നിയിട്ടുണ്ടോ നിങ്ങൾക്ക്? തോന്നിയിട്ടുണ്ടോ? ചില സത്യമാണ്, ചിലതൊക്കെ സത്യം അല്ല നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. അത് അങ്ങനെ പറയുമ്പോൾ ചിലർ ബ്ലൈൻഡ് ബിലീഫാ. പക്ഷെ ആ കാക്കയുടെ കരച്ചിലെ ടോണിങ്ങിൽ വ്യത്യാസമുണ്ട്, അതിൻ്റെ ആ എക്സ്പ്രഷനിൽ വ്യത്യാസമുണ്ട്. ഉണ്ടോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? എപ്പോഴും കാന്ന് പറയുന്ന പോലെയല്ല, ഒരു പ്രത്യേക ഒരു ടോണിൽ അത് ഒരു ശബ്ദം ഉണ്ടാക്കിയിട്ട് കരയുക. ആരെങ്കിലും അങ്ങനെയൊക്കെ ഒബ്സർവ് ചെയ്യാറുണ്ടോ? ഞാൻ വളരെ ക്ലിയർ ആയിട്ട് ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ചില കാര്യങ്ങളിലൊക്കെ പുറപ്പെടുമ്പോൾ തന്നെ ഒരു കാര്യത്തിന് ചില സത്യം, മംഗളമായൊരു ചില സിഗ്നൽ കാണാം. ചിലത് നമുക്ക് മനസ്സിലാവും, ഇത് ജന്മം നടക്കുന്ന കാര്യം. എന്തെങ്കിലുമൊക്കെ ഒന്നിന്റെ പുറകിൽ ചില തടസ്സങ്ങൾ ഉണ്ടാവുമോ? ഇതൊക്കെ മനസ്സിലാക്കാൻ പ്രകൃതി തന്നെ നമുക്ക് വഴികൾ കാണിച്ചു തരുന്നുണ്ട്. പക്ഷെ ഇതൊന്നും റീഡ് ചെയ്യാൻ പലർക്കും ഇന്റലിജൻസ് ഇല്ല. ഈ ഇന്റലിജൻസ് ഉണ്ടാവാനാണ് ഒരു അനുഷ്ഠാനം നമ്മൾ ചെയ്യുന്നത്. അനുഷ്ഠാനം എന്തിനാണ്? മനസ്സിനെ കുറെ കാം ഡൗൺ ചെയ്യാൻ. ഈ കാം ഡൗൺ ചെയ്യുന്ന മൈൻഡ് ഉണ്ടല്ലോ, പെട്ടെന്ന് അറ്റ്മോസ്ഫിയറിലുള്ള പല സിഗ്നൽ എന്ന് പറഞ്ഞാൽ നമുക്ക് കാണിച്ചു തരുന്ന പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ പെട്ടെന്ന് അത് റെക്കഗ്നൈസ് ചെയ്യും. ഗീതയിൽ കൃഷ്ണൻ 10-ാം അധ്യായത്തിൽ 10-ാം ശ്ലോകത്തിൽ പറയുന്നുണ്ട്, തേഷാം സതതയുക്താനാം ഭജതാം പ്രീതിപൂർവകം ദദാമി ബുദ്ധിയോഗം തം യേന മാം ഉപയാന്തിതേ. കുറച്ച് സമയം എന്തെങ്കിലും ഒന്ന് ചൊല്ലാൻ
അനുഷ്ഠിക്കാൻ ശീലിക്കുക. ഈ അനുഷ്ഠിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അതാണ് ഹിന്ദുമതത്തിന്റെ വലിയൊരു പ്രശ്നം. എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ പോത്തിനെ പോലെ ഇരുന്ന് ചൊല്ലും. വെറുതെ അങ്ങനെ പോത്തിനെ പോലെ മന്ത്രം ജോലിയുടെ കാര്യമില്ല. നമ്മൾ ആ ചെയ്യുന്നതിൽ അത്രയും സിൻസിയറിറ്റി, ആ കമ്മിറ്റ്മെന്റ്, ഡെഡിക്കേഷൻ. ശരിക്കും പറഞ്ഞാൽ ആത്മീയതയും ഭൗതികതയും രണ്ടും ആക്ച്വലി രണ്ട് ബാരിയർ അല്ല. ഒന്ന് ഇന്റേണൽ ആണ്, മറ്റൊന്ന് എക്സ്റ്റേണൽ ആണ്. ഇത്രയും വ്യത്യാസമുള്ളൂ. നിങ്ങൾ ഇന്റേണൽ ആയാലേ നിങ്ങൾക്ക് എക്സ്റ്റേണൽ ആവാൻ പറ്റുള്ളൂ. നിങ്ങൾ ഡെയിലി കുറച്ചു നേരം നാമം ചൊല്ലി അതിൽ മനസ്സ് ലയിപ്പിക്കുമ്പോൾ ആക്ച്വലി എന്താ സംഭവിക്കുന്നത്? നിങ്ങളുടെ കോൺസെൻട്രേഷൻ പവർ കൂടുകയാണ്. അപ്പം നിങ്ങളുടെ വർക്ക് ക്വാളിറ്റി വളരെ കൂടും. പിന്നെ നിങ്ങൾ നാമത്തിൽ മുഴുകും തോറും നിങ്ങളുടെ മെന്റൽ പവർ കൂടി വരുമ്പോൾ നിങ്ങൾ നേരെയുള്ള ഏത് പ്രശ്നത്തെയും നിങ്ങൾ കുറച്ചുകൂടി ഈസി ആയിട്ട് നിങ്ങൾ കാണാൻ തുടങ്ങും. അതുപോലെ നിങ്ങൾ നാമത്തിൽ ഇൻവോൾവ് ചെയ്യും തോറും നിങ്ങളുടെ ഇന്റലിജൻസ് പോപ്പപ്പ് ചെയ്യും. നിങ്ങൾക്ക് ചില സിഗ്നൽസ് ഒക്കെ പെട്ടെന്ന് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. കാര്യം മുന്നോട്ട് കാണാം. അതല്ലേ നോക്കൂ, നിങ്ങൾ ഈ പഴയ കാലത്ത് ആത്മീയതയുടെ ശക്തിയാണ്. ഒരു പഴയൊരു കഥ കേട്ട് കാണാം നിങ്ങൾ. പണ്ടൊരു രാജാവ് ചൂത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ചൂത് കളിക്കുക. ഈ ചൂത് കളിക്കുന്ന സമയത്ത് രാജാവ് ഏറെക്കുറെ തോറ്റുപോവാറായി. ആ ചൂതുകളിയിൽ ഒരു ആള് അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ രാജാവ് തോറ്റുപോയി. അപ്പൊ അതിനെ ആളെ മുന്നോട്ട് തള്ളിയിട്ടില്ലെങ്കിൽ രാജാവ് ഇങ്ങനെ കൺഫ്യൂഷനായിട്ട് നിൽക്കുകയാണ്, എന്ത് ചെയ്യണം എന്നുള്ള അറിയാതെ. അപ്പൊ ഭാര്യയാണെങ്കിൽ അടുക്കളയിൽ പണി, കുട്ടിയെ നോക്കണം. അതിൻ്റെ ഇടയ്ക്ക് രാജാവിന്റെ കളി ശ്രദ്ധിക്കുന്നുണ്ട്. പെട്ടെന്ന് ഭാര്യ നോക്കൂ, ദൂരെ. ആ ഭാര്യയുടെ ബുദ്ധി അപാര ബുദ്ധിയാണ്. മനസ്സിലായില്ലേ? ചില സ്ത്രീകൾക്ക് അങ്ങനെ ഒരു പരുന്തിന്റെ ബുദ്ധി കൊടുത്തിട്ടുണ്ട് ദൈവം. എന്താ പരുന്തിന്റെ ബുദ്ധി പറഞ്ഞാൽ? ദൂരെ നിന്ന് കാര്യങ്ങൾ പെട്ടെന്ന് അവർക്ക് മനസ്സിലാക്കാനുള്ളൊരു കഴിവുണ്ട്, പെട്ടെന്ന് ഗ്രഹിക്കാനുള്ളൊരു കഴിവുണ്ട്. അതാണ് ആ ഉപാസനയുടെ ഒക്കെ ശക്തി. പെട്ടെന്നത് ഗ്രഹിക്കും. ഇവിടെ ഈ ഭാര്യ ഇത് മനസ്സിലാക്കി രാജാവ് തോൽവിയുടെ വക്കലാണ്. വേഗം കുട്ടിയെ കൊണ്ടുവന്ന ഒരു തൊട്ടില്ലതായിടുന്നു. എന്നിട്ട് അവിടുന്ന് പാടുന്നതാണ് ദും 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 ആളെയുണ്ട്. കുട്ടിയെ ഉറക്കുക എന്ന വ്യാജേന ഇത് ചിലപ്പം മലയാളിയായിട്ടുള്ള ഒരു ഭർത്താവാണ് കേൾക്കുന്നതെങ്കിൽ പിന്നെ അവിടെ എന്ത് സംഭവിക്കുന്ന എനിക്കറിയില്ല. കാരണം എനിക്കിങ്ങനെ ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന സമയത്താണ് ഉണ്ടാ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ അതെടുത്തിട്ട് ഭാര്യയുടെ നേരെ എറിഞ്ഞിട്ടും ഉണ്ടാവും, അല്ലേ? എന്നാൽ ഈ രാജാവിന് മനസ്സിലായി ഭാര്യ കുട്ടിയെ ഉറക്കൽ. പെട്ടെന്ന് ആളെ ഒന്ന് പിടികിട്ടി. മനസ്സിലാവേണ്ട നിങ്ങൾക്ക് വേണ്ട സിഗ്നൽ വേണ്ട സമയത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അത് ക്യാപ്ചർ ചെയ്യാൻ സാധിച്ചാൽ പല അപകടങ്ങളെയും പെടാതെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അപ്പോൾ ഉപാസന ജീവിതത്തിൽ ഉണ്ടാവണം. ഇത് പരിശീലിപ്പിക്കേണ്ടവരാണ് ആര്? രക്ഷിതാക്കള്. നോക്കൂ, ഇതൊക്കെ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണ്ടേ? നമ്മള് നാമം ജപിക്കുന്നത് എന്തിനാണ്? ആ നാമത്തിൽ മനസ്സർപ്പിക്കും തോറും മനസ്സിലുണ്ടാകുന്ന പരിവർത്തനങ്ങൾ. അപ്പൊ അച്ഛനും അമ്മയും ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛനും അമ്മയും കേവലം പണ്ട് പെണ്ണ് കാണാൻ വന്ന സമയത്ത് പെണ്ണിന്റെ വീട്ടുകാരോട് ചെക്കൻ്റെ വീട്ടുകാർ ചോദിക്കുകയാണ് പെണ്ണിന് എന്തൊക്കെയാ കൊടുക്കുക എന്ന്. അങ്ങനെ ഒരു ഇതുണ്ടല്ലോ, പെണ്ണിന് എന്തൊക്കെ കൊടുക്കുന്നു. അപ്പൊ ഈ പെണ്ണിന്റെ അച്ഛൻ പറയാണ് രാവിലെ കട്ടൻ കാപ്പിയും ബിസ്ക്കറ്റും, പിന്നെ 8 മണിക്ക് ദോശ ഇഡ്ലി വെച്ചാൽ അതെന്താ വെച്ചാല്, പിന്നെ അത് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ചോറ് കൊടുക്കും. ഇതെന്താ പശു വളർത്തലോ? എന്ത് കൊടുക്കും? കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിന്റെ വീട്ടുകാരോട് എന്ത് കൊടുക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ദോശ ഇഡ്ലിയുടെ കാര്യമാണോ ചോദിക്കുന്നത്? ആണോ? അല്ല. എന്ന് പറഞ്ഞ പോലെ എന്ത് കൊടുക്കും എന്ന് ചോദിക്കുന്നതിന്റെ പിന്നിലുള്ള ആ ഒരു ഉദ്ദേശ്യം മനസ്സിലാക്കുന്ന പോലെ ജീവിതത്തിലും ചില കാര്യങ്ങൾ പറയാതെ അറിയാൻ സാധിക്കണം. കുഞ്ഞുണ്ണി മാഷ്ടെ വരികൾ ഇങ്ങനെയാണ്: കഞ്ഞി കുടിക്കാനറിയാമോ, ചോറു വിളമ്പാനറിയാമോ, കൊതുകും മൂട്ടയുമുള്ളൊരു മുറിയിൽ കിടന്നുറങ്ങാനറിയാമോ, പാതി പകുക്കാനറിയാമോ, പാതി നികത്താനറിയാമോ, പാതയിലൂടെ നടക്കും നേരം പാലു കുടിക്കാനറിയാമോ. പിന്നെ പറയുന്നത് പറയാതറിയാൻ അറിയാമോ എന്ന്. പറയാതെ തന്നെ കാര്യങ്ങളെ
അറിയാനുള്ള കഴിവ് നിങ്ങൾക്ക് വേണമെന്നുള്ളതാണ്. പറയാതെ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ്. ഞാൻ നോക്കുമ്പോണ്ടല്ലോ, പഴയ അമ്മമാരും അച്ഛന്മാരും ഭയങ്കര ട്യൂണ്ടായിരുന്നത്. പഴയ അച്ഛന്മാരും അമ്മമാരും രണ്ടും മിണ്ടില്ല കാര്യമായിട്ട്. എന്താണ് അച്ഛൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നതെന്ന് ആർക്കറിയാം? അമ്മമാർക്ക് അറിയാമായിരുന്നു ഇല്ലേ? അമ്മമാര് പറയും, ഇപ്പം ചോദിക്കേണ്ട ആള് മൂഡ് ശരിയല്ല എന്ന്. അതൊക്കെ ഞാൻ പറഞ്ഞ് ശരിയാക്കാന്നുള്ളതാണ്. എല്ലാം ഞാൻ ശരിയാക്കി തരാം, പക്ഷെ ഇപ്പൊ ഒന്നും പറയണ്ട, ഇപ്പം അത്ര ശരിയില്ല ആളെന്ന്. അപ്പൊ ആ ഒരു മൂഡിനെ കുറിച്ചൊക്കെ അറിയുന്നു. നോക്കൂ, അത് അറിയാത്തോണ്ടാണ് ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ കാമുകനും കാമുകിയും ഇതൊന്നും അറിയാതെ സംസാരിക്കുമ്പോഴാണ് ഈ വർത്തമാനം അതിൻ്റെ വേറെ തലത്തിലേക്ക് പോയി കത്തിയെടുത്ത് കുത്തുന്നതും അല്ലെങ്കിൽ തല വെച്ചടിക്കുന്നതും. ഒരു ദിവസം നമ്മൾ പത്രത്തിൽ വായിക്കുന്നത് ഭാര്യയെ തട്ടിക്കൊന്നു അല്ലെങ്കിൽ തല്ലിക്കൊന്നു എന്നൊക്കെ. ഇതൊക്കെ എവിടെയോ അവരുടെ ടെമ്പറിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. മറ്റൊരാൾ ഔട്ട് ഓഫ് ടെമ്പറിലാണ് പോകുന്നതെന്ന് കാണാനുള്ള ഒരു തൃക്കണ്ണ് മനുഷ്യരിലൊക്കെ ഉള്ളിലുള്ള ഒരു കണ്ണും നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ട്. അതുകൊണ്ട് ഇവിടെ അച്ഛൻ ഋഷഭദേവൻ പറയണു മക്കളോട്, നമ്മൾ ഇവിടെ ജീവിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏകാഗ്രത വേണം. അപ്പോഴാണ് കർമ്മങ്ങളുടെ ശക്തി കൂടുക. ഏകാഗ്രത കൂടുന്തോറും ഒരു കാര്യത്തിൽ നമ്മൾ സങ്കല്പം വെച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യം പൂർത്തീകരിക്കാൻ നമുക്ക് സാധിക്കും. മനസ്സിലാവുന്നില്ല? ഈ ഏകാഗ്രത ഉണ്ടെങ്കിലാണ് വിചാരിച്ച കാര്യങ്ങൾ വിചാരിച്ച സമയത്ത് തന്നെ നടത്തിയെടുക്കാൻ നമുക്ക് സാധിക്കുന്നത്. ഇതിനെ സങ്കല്പം എന്ന് പറയും. ഇപ്പൊ ക്ഷേത്രങ്ങളിലൊക്കെ പൂജ ചെയ്യുന്ന സങ്കല്പമാണ്, ഇന്ന സമയത്ത് ഈ സാധനം ചെയ്യും എന്നുള്ളത്. ഈ സമയോചിതമായ കാര്യങ്ങൾ ചെയ്യാൻ ഇന്നിപ്പം വലിയ വിളംബനമാണ്. ഇക്കാര്യത്തിൽ വലിയ ഡ്രാഗിങ് ആണ് ഓരോ കാര്യത്തിലും. നമുക്കൊരു സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കാൻ പലതും പറ്റുന്നില്ല. അപ്പം തന്നെ നമ്മുടെ റോഡ് പണിയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ റോഡൊക്കെ പണിത് കഴിഞ്ഞിട്ടായിരിക്കും മറ്റേ വെള്ളക്കാരൻ വരുന്നത്. വെള്ളം കൂടി ഇട്ട് കഴിഞ്ഞിട്ട് ഇപ്പം എന്തോ ഫോണിന് കുഴിക്കാഞ്ഞാൽ നന്നായി, അല്ലെങ്കിൽ വെള്ളംകാരൻ കൂടി കുഴിച്ചു കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ ഫോൺകാരൻ വന്ന് കുഴിക്കാൻ പോകുന്നത്. ഇപ്പോൾ അപ്പോഴേക്കും പിന്നെ റോഡ് പണിക്കാരൻ രണ്ടാമത് വരാൻ തുടങ്ങി. ഈ രണ്ടാമത് ഇവൻ റോഡ് പണിക്ക് വരുമ്പോഴേക്കും പൈപ്പ് പൊട്ടിയിട്ടുണ്ടാവും. ഇത് കഴിഞ്ഞു കഴിഞ്ഞിട്ടായിരിക്കും ഇല്ലേ? കാണാറില്ലേ ഇതൊക്കെ? ഇങ്ങനെ ഉണ്ടോ ഇല്ലയോ? നല്ല റോഡുകളൊക്കെ കുത്തിപ്പൊളിച്ച് അങ്ങനെ തകർത്ത് നശിപ്പിച്ച് വീണ്ടും പണിയെടുക്കുന്ന ഇതൊക്കെ എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇത് തമ്മിൽ ഒരു കോർഡിനേഷൻ ഉണ്ടാക്കാൻ, ഒരു ഏകാഗ്രത ഉണ്ടാക്കാൻ നമ്മുടെ സിസ്റ്റങ്ങൾക്ക് സാധിക്കുന്നില്ല. നമ്മളെന്തിനെ പുറത്തേക്ക്, നമ്മുടെ വീട്ടിൽ തന്നെ മക്കളും അച്ഛനും അമ്മയും തമ്മിൽ ഒരു നല്ല ബന്ധങ്ങള്, ഒരു നല്ല സുഹൃത്ത് ബന്ധങ്ങള്, സ്നേഹബന്ധങ്ങളുടെ കാലം കഴിഞ്ഞുപോയി. പഴയ കാലത്തിൽ നിന്ന് നമ്മൾ ഏറെ വളരെയധികം ഒഫീഷ്യൽ ബന്ധങ്ങളാണ് ഇപ്പൊ വീടുകളിലൊക്കെ. ഓഫീസിൽ സംസാരിക്കുന്ന പോലെ ഇപ്പൊ മക്കളോട് സംസാരിക്കേണ്ടി വരുന്നത്. കാരണം അത്രയും ഗൗരവമായ ഒരു ജീവിതത്തിലേക്ക് ആണോ എല്ലാവരും അവരവരുടെ മൊബൈൽ ലോകത്തിലേക്ക് ഒതുങ്ങി. ശരിയാണോ പറയുന്നത്? ആണോ? ആ ഒരു കാലഘട്ടം മാറിപ്പോയി. അപ്പൊ ഇനി ഇതിനെന്താ ഒരു പരിഹാരമുള്ളത്? ക്രമേണ നമ്മളൊരു ആത്മീയ അവബോധം, അതായത് ഒരു അനുഷ്ഠാനത്തിലൂടെ നമ്മുടെ മനസ്സിനെ വളർത്തിയെടുക്കുക.